ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യൻ എത്തോസ് ആണ് പറഞ്ഞു നിർത്തിയത്. ഇന്ത്യൻ എത്തോസ് എന്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ്? ഇന്ത്യയുടെ പുരാണ പുസ്തകങ്ങളിൽ നിന്ന്, ഹോളി ഗീതയിൽ നിന്നും ബൈബിളിൽ നിന്നും ഖുറാനിൽ നിന്നും കൂടുതലെടുത്താണ് ഇന്ത്യൻ എത്തോസ്. അത് പ്രകാരമാണ് ഇന്ന് മാനേജേഴ്സും ലീഡേഴ്സും ഒക്കെ പെരുമാറേണ്ടത്. അങ്ങനെ പെരുമാറുമ്പോൾ എന്തൊക്കെയാണ് മാനേജേഴ്സിനും അതുവഴി കസ്റ്റമേഴ്സിനും എംപ്ലോയീസിനും ഒക്കെ ഉള്ള ഗുണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് there are 6 basic principles which come to light in the holy books applicable in today's management world. ഈ ഹോളി പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള തത്വങ്ങൾ എങ്ങനെയാണ് നമ്മുടെ മാനേജ്മെന്റ് വേൾഡിനെ സഹായിക്കുന്നത്? അപ്പോൾ അതിലത്തെ കുറച്ച് തത്വങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈച്ച് സോൾ ഇസ് എ പൊട്ടൻഷ്യൽ ഗോഡ്. അത് എല്ലാ മനുഷ്യനിലും ഡിവിനിറ്റി ഉണ്ട്, എല്ലാവരിലും ദൈവമുണ്ട്, ദൈവത്തിൻ്റെ അംശമുണ്ട് എന്നാണ് പറയണത്. ദെൻ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഒന്നായി കണക്കാക്കുന്ന ഒരു അപ്രോച്ചാണ് ഹോളിസ്റ്റിക് എന്ന് പറയുക. ഹോൾ, യു ഹാവ് ടു കൺസിഡർ എവറിത്തിങ് ആസ് എ ഹോൾ. അതാണ് ഹോളിസ്റ്റിക് അപ്രോച്ച്. ആൻഡ് യു ഹാവ് ടു ഗീവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു സബ്ജക്റ്റിവിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. കർമ്മയോഗ, യോഗ കർമ്മശു കൗശലം, ദെൻ കോ ഓപ്പറേഷൻ. ഇതാണ് 6 പ്രിൻസിപ്പിൾസ്. നമ്മൾ എങ്ങനെ കർമ്മം ചെയ്യണം, കോ ഓപ്പറേഷൻ്റെ ഗുണം എന്താണ്, എന്താണ് സബ്ജക്റ്റിവിറ്റിയും ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നമുക്ക് ഓരോന്നിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഈച്ച് സോൾ ഈസ് എ പൊട്ടൻഷ്യൽ ഗോഡ് എന്നാണ് പറയുന്നത്. എ ഹ്യൂമൻ ബീയിങ് ഹാസ് സോൾ, എ സ്പാർക്കിൾ ഓഫ് ഡിവൈൻ. അല്ലേ, ചില മതങ്ങൾ മാത്രമേ വിശ്വസിക്കുള്ളൂ ആത്മാവിൽ. ആ ആത്മാവ് പറഞ്ഞാൽ ഡിവൈൻ ആണ്, പരിശുദ്ധമായിട്ടുള്ളതാണ്. ദി ഡിവൈൻ റിസൈഡ്സ് ഇൻ ദ ഹാർട്ട് ഓഫ് എ പേഴ്സൺ. നമ്മുടെ ഉള്ള ഡിവിനിറ്റി പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലാണ് ഉള്ളത്. The divine perfection in knowledge, wisdom. The divine means perfection in knowledge, wisdom and power. ഡിവിനിറ്റി പറഞ്ഞാൽ എന്താ? എൻ്റെ അറിവ്, എൻ്റെ വിസ്ഡമും എൻ്റെ പവറാണ്. എനിക്ക് വൈസായിട്ട് ചിന്തിക്കാനുള്ള കഴിവും എൻ്റെ ശക്തിയും. അതെൻ്റെ മനസ്സിൻ്റെ ശക്തി ആണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. Therefore, a human being has enormous potential power or energy for self-development. ഓരോ വ്യക്തിക്കും സ്വയമായിട്ട് വളരാൻ ആവശ്യമുള്ള പവറും എനർജിയും ഊർജ്ജവും ഒക്കെ അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. The human efforts can achieve even an apparently impossible goal and convert the impossible into reality. എല്ലാ മനുഷ്യരും എന്താണ്, എത്ര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം അച്ചീവ് ചെയ്യാനുള്ള ആ ശക്തി അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അല്ലേ? വിങ്സ് ഓഫ് ഫയർ എന്നുള്ള അബ്ദുൽ കലാമിന്റെ ബുക്കൊക്കെ വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അതിലൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആകാശം വരെ ടച്ച് ചെയ്യാം. യു ക്യാൻ ടച്ച് ദി സ്കൈ ഇഫ് യു ഹാവ് ദ ഫയർ ടു സക്സീഡ് വിത്തിൻ യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലെ ആ വിജയത്തിലേക്ക് എത്തണം എന്നുള്ള തീയ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എവിടെയും എത്താൻ പറ്റും. യു ക്യാൻ ടച്ച് ദി, ഒന്നും നിങ്ങൾക്കൊരു ലിമിറ്റ് അല്ല. അപ്പോൾ ചെറുപ്പകാലത്ത് ഒരു മീൻ കച്ചവടക്കാരുടെ ഒരു ഫിഷർമാൻ ഫാമിലിയിൽ ജനിച്ചു വളർന്ന് വീട്ടിൽ ഇലക്ട്രിസിറ്റി പോലും ഇല്ലാണ്ട് തെരുവ് വിളക്കിന്റെ കീഴിൽ വന്ന് പഠിച്ച് അദ്ദേഹത്തിന് സ്പേസ് ക്രാഫ്റ്റ് ഓടിക്കാനായിരുന്നു ആദ്യം ഇഷ്ടം. എന്നാൽ പോലും വിചാരിച്ച ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിൽ പോലും നമ്മുടെ മിസൈൽ മാൻ എന്നൊക്കെ അറിയപ്പെടാവുന്ന ആ രീതിയിൽ എത്താൻ ആ സ്വന്തം ഉള്ളിലെ തീയാണ് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ മനുഷ്യനും നമ്മൾക്ക് എന്താണോ നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം, ആ ഡിസയറിൽ അച്ചീവ് ചെയ്യാനുള്ള എല്ലാ പവറും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. The partnership of God and man can bring about extraordinary or amazing result. അല്ലേ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ പാർട്ട്ണർഷിപ്പിൽ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഓൺലി ഇഫ് മാൻ ചൂസസ് വില്ലിംഗ്ലി ടു കൊളാബറേറ്റ് വിത്ത് ഗോഡ്. അതെങ്ങനെ സാധ്യമുള്ളൂ? നിങ്ങളും ദൈവവുമായിട്ട് അടുക്കാനുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ വേണം. ആൻഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അഫയേഴ്സ് ഓഫ് ദി സൊസൈറ്റി ബൈ റൈറ്റ് ആക്ഷൻ അണ്ടർ ഹിസ് ഗൈഡൻസ് ആൻഡ് എലഗൻസ്. അപ്പൊ ആ ദൈവത്തിന്റെ കൽപ്പന പോലെ സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ വേണം. യു ഹാവ് ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ നല്ല ഇച്ഛാശക്തിയോടും നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ഇടപെടണം. ഹി ക്യാൻ ബ്രിങ് അബൌട്ട് നോട്ട് ഓൺലി പേഴ്സണൽ ഡെവലപ്മെന്റ്, ഹാർമണി, ഹാപ്പിനെസ്, ബട്ട് ഓൾസോ പ്രോസ്പെരിറ്റി ഓഫ് ഹിസ് ഓൺ ഓർഗനൈസേഷൻ. ഒരു വ്യക്തിക്ക് അയാളുടെ സ്വന്തം ഡെവലപ്മെന്റും സന്തോഷം മാത്രമല്ല, ആ സ്ഥാപനത്തിനും സന്തോഷം കൊണ്ടുവരാനും സൊസൈറ്റിക്കും നന്മയുള്ള കാര്യം ചെയ്യാനും സാധിക്കും. വിത്തൗട്ട് ഇൻജസ്റ്റിസ് ടു അതേഴ്സ്. മറ്റുള്ളവരോട് അനീതിയായിട്ട് പെരുമാറാണ്ടിരിക്കാനും സാധിക്കും. ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ് ദെംസെൽവ്സ്. നമ്മൾ നമ്മുടെ ധർമ്മം കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിനും നമ്മളോട് സ്നേഹം ഉണ്ടാവുള്ളൂ. അത്ര ആൾക്കാരെയാണ് ദൈവം സംരക്ഷിക്കുള്ളൂ.
നെക്സ്റ്റ് ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ്. ഹോളിസ്റ്റിക് അപ്രോച്ച് ഇൻ മാനേജ്മെന്റ് ഇസ് based on spiritual principle of unity, oneness, non-dual or Advaita concept. ഹോളിസ്റ്റിക് WHOLE ഹോൾ എന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ? എല്ലാത്തിനും ഒന്നായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അണ്ടർ ദിസ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ദി യൂണിവേഴ്സ് ഈസ് എൻ അൺഡിവൈഡഡ് ഹോൾ. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാത്ത ഒന്നാണ്, ഹോളാണ്. where each and every particle is connected with every other particle. Thus entire ഹ്യൂമാനിറ്റി ഈസ് വൺ. അതായത് ഓരോ പാർട്ടിക്കിളും മറ്റുള്ളതുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. മനുഷ്യനും പ്രപഞ്ചവും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഹ്യൂമാനിറ്റി പറഞ്ഞാൽ വൺ ആണ്. Such an integrated human personality of self-developed manager and worker can assure best and competent management of any enterprise involving collective works and efforts. ഇത് നമ്മൾ മാനേജ്മെന്റ് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഹോളിസ്റ്റിക് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ മാനേജർക്ക് അയാളുടെ സബോർഡിനേറ്റ്സിനും മറ്റുള്ള എംപ്ലോയീസിനെയും കോ വർക്കേഴ്സിനെയും ഒന്നായിട്ട് കാണാനുള്ളൊരു ആൾക്ക് ഒന്നായിട്ട് കാണാൻ പറ്റും. ആൾക്ക് അവിടെ ഒരു കോ ഓപ്പറേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ തത്വങ്ങളും, ഈ പുരാണങ്ങളിൽ നിന്നെടുത്ത തത്വങ്ങളും മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന മാനേജർ ആയിക്കോട്ടെ, വർക്കർ ആയിക്കോട്ടെ, ആൾക്ക് ദേ കൻ എഷ്യൂർ ദ ബെസ്റ്റ്. അവർക്ക് നന്നായിട്ട് ജോലി ചെയ്യാനും ആ സ്ഥാപനത്തിന് ഏറ്റവും മേന്മ കൊണ്ടുവരാനും സാധിക്കും. ഇറ്റ് വിൽ അച്ചീവ് പെർഫെക്ഷൻ ആൻഡ് എക്സലൻസ് ഇൻ വാട്ട് എവർ സെക്ടർ വി വർക്ക്. അപ്പോൾ ഈ ഒരു വണ്ണസോടുകൂടി നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ ഏത് സെക്ടറിൽ നമുക്ക് വർക്ക് ചെയ്താലും നമുക്ക് അവിടെ നല്ല പെർഫെക്ഷനും എക്സലൻസും കൊണ്ടുവരാൻ പറ്റും. ദിസ് ഇസ് ദ ഐഡിയ ഓഫ് ഇന്ത്യൻ എത്തോസ്. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിത്യച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ ഗെയിനിങ് പെർഫെക്ഷൻ ഇൻ ഇൻഡിവിജ്വൽ ലൈഫ് ആസ് വെൽ ആസ് ഫോർ വെൽഫെയർ ഓഫ് ദ വേൾഡ്. നമ്മൾ നമ്മുടെ സ്വന്തം പെർഫോമൻസിനും എക്സലൻസിനും വേണ്ടി മാത്രം പ്രവർത്തിച്ചാൽ പോരാ, ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കണം. ഇതാണ് ഹോളിസ്റ്റിക് അപ്രോച്ച്. അടുത്തത് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു സബ്ജക്റ്റിവിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. ഇന്ത്യൻ എത്തോസ് ഫോർ മാനേജ്മെന്റ് ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ഇസ് സട്ടിൽ ആൻഡ് ഇൻടാഞ്ചിബിൾ. കാണാൻ പറ്റാത്തതും തൊടാൻ പറ്റാത്തതും കാര്യത്തിൽ നമ്മൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റിവിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സോളിഡ് ആൻഡ് ടാഞ്ചിബിൾ തിങ്. അതായത് ഒരു സ്ഥാപനത്തിൽ നോക്കുകയാണെങ്കിൽ ഒരേ ആൾക്കാരുടെ ഫെയർനെസ്, ഇൻറ്റഗ്രിറ്റി, അവരുടെ ഹോണസ്റ്റി ഒക്കെ ഉണ്ടല്ലോ, അതിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ മെൻ, മെഷീൻ, മണി, മെറ്റീരിയൽ എന്നൊക്കെ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള അയാളുടെ നന്മയ്ക്കും ഹ്യൂമൻ സ്കില്ലിനൊക്കെ സ്ഥാപനങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. റിസോഴ്സസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആർ മോർ പവർഫുൾ ദാൻ എക്സ്റ്റേണൽ റിസോഴ്സസ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിലത്തെ ആ നന്മയും അയാളുടെ ചിന്തകളും അയാളുടെ കഴിവുകളും എക്സ്റ്റേണൽ റിസോഴ്സിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. Creator is subjective and creation is subjective. Insight is important than outside. In other words, creator is more important than creation. Our body, senses, intellect, mind, etc. are objective and intangible, but our soul is tangible. But our soul, Atman, is unseen. ഇവിടെ ആത്മാവിനെയും നമ്മുടെ ബോഡീനെയാണ് രണ്ട് വ്യത്യസ്തമായിട്ട് പറയണത്. നമ്മുടെ ബോഡി, നമ്മുടെ സെൻസ് ഓർഗൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒബ്ജക്റ്റീവ് എന്നൊക്കെ കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ആത്മാവ് നമുക്ക് ഇൻടാഞ്ചിബിൾ ആണ്. അപ്പോൾ വിസ്ഡം മാനേജർ അല്ലെങ്കിൽ വർക്കർ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ് മാനേജർ. കുറച്ചുകൂടി വയസ്സായിട്ട് അത്രയും ജ്ഞാനത്തോടുകൂടി ചിന്തിക്കുന്ന ഒരു മാനേജറാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇതിനെ നമ്മൾ മാനേജ്മെന്റ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്രയും ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സിനും അവരുടെ സ്കില്ലിനും അവരുടെ ചിന്തകൾക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാണാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അടുത്ത കർമ്മയോഗ. ഇറ്റ് ഇസ് യോഗ ഓഫ് സെൽഫ്ലെസ് സർവീസ് ടു അതേഴ്സ്. കർമ്മയോഗ ഈസ് ഓൾ അബൌട്ട് ഐഡന്റിഫൈങ് അവർ പ്രയോറിറ്റീസ് ആൻഡ് ട്രൈയിങ് ടു അച്ചീവ് ദം. നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും പ്രയോറിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ പ്രയോറിറ്റീസ് എന്താണെന്ന് പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം നമ്മൾ വേണം അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടി. പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് മേടിക്കുന്നതായിരിക്കും ഒരു കുട്ടീനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. വേറെ ചില കുട്ടികൾക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അവർ ചെയ്യുന്ന ജോലികൾ അവരുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടായിരിക്കും. An individual should have accountability, that he should always hold on himself responsible for whatever goes right or wrong. അല്ലെ, നമ്മൾ എപ്പോഴും റെസ്പോൺസിബിൾ ആവണം. നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ നിങ്ങളുടെ കയ്യിലായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് ആൻസർ പറയാൻ പ്രാപ്തരായിരിക്കണം. ദിസ് ബ്രിങ്സ് അബൌട്ട് യൂണിയൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് വിത്ത് ഡിവൈൻ. അപ്പൊ അങ്ങനെ നിങ്ങൾ അക്കൗണ്ടബിൾ ആകുമ്പോൾ നമുക്ക് ആര് എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം പറയാനും സാധിക്കും. അത് നിങ്ങൾ ഡിവിനിറ്റിയോട് കൂടി സെൽഫ്ലെസ് ആയിട്ട് ഒരു ആത്മാർത്ഥമായിട്ട് വേണം നിങ്ങൾ ആ ജോലി ചെയ്യാൻ വേണ്ടി. ഗീത സേസ് that do your duty without ego.
ആൻഡ് വിത്തൗട്ട് കാൽക്കുലേഷൻ ഓഫ് ഗെയിൻ ഓർ ലോസ്. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചെയ്യേണ്ടത് അതിന്റെ ഫലം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത്. അതായത് നമുക്കൊരു സ്ഥാപനത്തിന് സാലറി പ്രതീക്ഷിക്കാണ്ട് ജോലി ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയാൻ അങ്ങനെയാണ്, നമ്മൾ ഒരു സമൂഹത്തിന് സേവനം കൊടുക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് നമ്മൾ അവിടെ ഒന്നും പ്രതീക്ഷിക്കില്ല. അപ്പൊ ഒരു ഈഗോ ഇല്ലാണ്ടായിരിക്കണം നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്. അതിന്റെ ലാഭവും നഷ്ടവും കണക്കാക്കാൻ പാടില്ല. വൺ ഷുഡ് ബിലീവ് ഇൻ നിഷ്കാമ കർമ്മ. ഫ്രൂട്ട്സ് ഓഫ് വർക്ക് ഷുഡ് നോട്ട് ബി തോട്ട് ഓഫ് വൈൽ പെർഫോമിംഗ് ദ ഡ്യൂട്ടി. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് എന്ത് ഫലമാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള ചിന്തിച്ചിട്ടായിരിക്കരുത് നമ്മളൊരു പ്രവൃത്തി ചെയ്യേണ്ടത്. അതാണ് കർമ്മയോഗയിൽ പറയുന്നത്. കർമ്മയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ മനുഷ്യൻ, സാധാരണ ഒരു കോമൺ മാൻ മാത്രം ചെയ്യേണ്ട കാര്യമില്ല. ഒരു സ്ഥാപനത്തിലെ ലീഡേഴ്സ്, മാനേജേഴ്സ് പോലും അത് ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ഒരുപാട് നന്മ കൊണ്ടുവരാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് പ്യൂരിഫിക്കേഷൻ, സെൽഫ് ഡെവലപ്മെൻറ്റ്, അതുപോലെ ഇൻഡിവിജ്വൽ ഗ്രോത്ത്, ആ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള കളക്റ്റീവ് ഗ്രോത്ത്, ആ സ്ഥാപനത്തിന് അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഗോൾസും എന്താണോ അതിൽ എത്തിക്കാൻ സാധിക്കും. മിനിമം പ്ലേ ഓഫ് പാഷൻ, ജലസി, ഹേറ്റഡ്, ഇതൊന്നും. അപ്പോൾ കർമ്മയോഗ ഫോളോ ചെയ്യുന്ന മാനേജറാണെങ്കിൽ എന്തുണ്ടാവില്ല, മറ്റുള്ളവരോട് അസൂയയോ വിദ്വേഷമോ ഒന്നും അയാൾ മനസ്സിൽ കൊണ്ട് നടക്കില്ല. ടീം സ്പിരിറ്റോടുകൂടിയ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. മാനേജർ ആക്ട് ആസ് മെൻറ്റർ, ദെൻ സെൽഫ് മോട്ടിവേഷൻ, പെർഫെക്ഷൻ, ഓൾ റൗണ്ട് ഹാപ്പിനെസ്, സ്കിൽ ആൻഡ് വാല്യൂസ് യുണൈറ്റഡ്, കോൺഫ്ലിക്റ്റ് റിസോൾവ്ഡ് ബൈ ഇൻറ്റഗ്രേഷൻ. ഈ കർമ്മയോഗം മാത്രമല്ല, നമ്മൾ ഇത്രയും നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഹോളിസ്റ്റിക് അപ്രോച്ചും, ഈച്ച് സോൾ അല്ലെങ്കിൽ ഈച്ച് മാൻ ദർ ഇസ് ഡിവിനിറ്റി, നമ്മളെല്ലാത്തിലും മനുഷ്യനെയൊക്കെ കണ്ട് നല്ല നിസ്വാർത്ഥ സേവനമാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ മൊത്തത്തിൽ നല്ലൊരു ഹാപ്പിനെസ്സും ഓപ്പറേഷനും ഒക്കെ കൊണ്ടുവന്ന് ടീം സ്പിരിറ്റോടുകൂടി വർക്ക് ചെയ്ത് ആ സ്ഥാപനത്തിൻ്റെ ഗോൾ എന്താണോ അതിൽ എത്തിക്കാൻ ആ മാനേജർക്ക് സാധിക്കും.